ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലവീഴ പുഞ്ചിറയിൽ പോയ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പുഞ്ചിറ. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനാണ് ഇത്. മാങ്കുനത്ത്, കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3200 അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തോന്നൽ വന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ പിള്ളേരുമായി ഉറങ്ങിത്തിരിച്ചതാണ്. അങ്ങനെ ഇലവീഴ പുഞ്ചിറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വരെ നമുക്ക് നമ്മുടെ വണ്ടിയെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ജീപ്പിൽ പോകണമെന്നാണ് അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞത്. ഇവിടെ ശക്തമായ കാറ്റുള്ളതിനാൽ താഴെയുള്ള ചിറയിൽ ഒരു ഇല പോലും വീഴില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ആദ്യം ഞങ്ങൾ ജീപ്പിൽ ഒരു കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ, രണ്ട് വശത്തും കാട് നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ ഒരു ചിറ കാണാനാണ് പോയത്, അല്ലെങ്കിൽ കുളം. ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്നതാണ് ഈ കുളം. ഇത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഈ സ്ഥലത്ത് വസിച്ചതായി പറയപ്പെടുന്നു. ഭീമസേനൻ പാഞ്ചാലിക്കായി നിർമ്മിച്ച ഒരു ചിറ ഇവിടെ ഇതാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇല വീഴില്ല എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് വളരെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു കുളമാണ്. എപ്പോഴും പച്ച കളറാണ്, നല്ല ആഴമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഈ വെള്ളം താഴുകയില്ല. എത്ര വേനലായാലും എത്ര മഴ പെയ്താലും ചെളി വന്ന് ചാടിയാലും ഈ കുളത്തിൻ്റെ വെള്ളം ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വല്ലതും പോയാൽ അതിൽ തീർന്നു എന്ന് തന്നെ പറയാം. കാരണം അടിയിൽ ചേറായതിനാൽ അതിൽ തറച്ചു നിന്നുമ്പോൾ പൊങ്ങി വരികയില്ല. അവിടെ നിന്ന് വീണ്ടും യാത്രയായത് മുനിയറയ ഗുഹയിലേക്കാണ്. അത് ഒരു തോടൊക്കെ കടന്ന് ഓഫ് റോഡിൽ കൂടെ അല്പം ബുദ്ധിമുട്ടിയാണ് കയറിപ്പോകുന്നത്. ആ തോട്ടിൽ മഴക്കാലത്ത് നല്ല വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, എവിടെ ചെന്നാലും നല്ല കാറ്റാണ് എന്നുള്ളതാണ്. കോട്ടയത്തു നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ് ഇലവീഴ പുഞ്ചിറ. മേലുകാവ് വില്ലേജിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. എവിടെ നിന്നാലും നല്ല സീനറി ആണെന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വേനൽ കടുത്തു തുടങ്ങിയതോടെ ഇവിടുത്തെ ചെടികളൊക്കെ തന്നെ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. ഈ വഴികളൊക്കെ മനോഹരമാക്കി ടൂറിസ്റ്റ് സെൻറ്ററുകളാക്കാൻ പറ്റുന്ന പോലെ നല്ല സ്ഥലങ്ങളാണ്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് കയറി ചെല്ലേണ്ടത്. ശരിക്കും ഇവിടെയൊക്കെ നല്ല പ്രോജക്റ്റുകളൊക്കെ വരാമെങ്കിൽ ലക്ഷം ആൾക്കാരെ നമുക്കിവിടെ വരുത്താൻ സാധിക്കും. കുന്നും മലയും താഴ്വാരമൊക്കെ ശരിക്കും അതിമനോഹരമാണ്. ഇവിടെ നല്ല ശുദ്ധജലം കിട്ടുന്ന സ്ഥലമുണ്ട്. പാറയിലൂടെ ഒഴുകി വന്ന് ഇവിടെ ആൾക്കാർ കുപ്പിയിൽ പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മുനിയറ കാണാൻ, വളരെ ഞരക്കമുള്ള പാതയാണ്. വേരുകളും കല്ലുകളും ഒക്കെയായി ഇറങ്ങിച്ചെല്ലുമ്പോൾ മുനിയറ ഗുഹ കാണാം. ഗുഹയ്ക്കകത്ത് നല്ല ഇരുട്ടാണ്. അതുപോലെ തന്നെ വെള്ളം വീണ് കിടപ്പുണ്ട്. അതിനകത്തേക്ക് കയറിയ മുട്ടങ്ങളോളം വെള്ളമുണ്ട്. അതിൽ ഗുഹയ്ക്കകത്ത് കയറാം. ശരിക്കും പേടിയാകും. ഗുഹ പലയിടത്തേക്ക് പിരിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഇരുട്ടാണ് അതിനകത്തെല്ലാം. മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കാം. ഇപ്പോൾ ഇത്രയും വേനലായിട്ടൂടെ ഇത്രയും വെള്ളം ഇവിടെയുണ്ട്. പിന്നെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഇവിടെ നല്ല കാലാവസ്ഥയാണ്. നല്ല തണുപ്പും കാറ്റും എല്ലാമായി. ചൂടാണെങ്കിൽ കൂടെ നല്ല കാലാവസ്ഥയാണ്. നല്ല പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലമാണിത്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി
വഴി ടാറിടാനാണോ മെറ്റലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ ഒന്നും നടന്നിട്ടില്ല. അവിടെ ഒന്നും അങ്ങ് ദൂരെ മലകൾ കാണാം. ആ മലയുടെ മേളിലാണ് ഞങ്ങൾക്ക് ഇലവീഴ പൂഞ്ചിറയിൽ എത്തിച്ചേരേണ്ടത്. അങ്ങനെ ആ ജീപ്പിൽ തന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. ഇലവീഴ പൂഞ്ചിറ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ സ്ഥലമൊക്കെ നല്ല പരിചയമായിരിക്കും. അതിമനോഹരമായ സ്ഥലമാണ്, നല്ല കാറ്റാണ്. ഞങ്ങളവിടെ പൂനായിലെ ഒരു ഹരി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം മലയാളം പാട്ടൊക്കെ പാടി. അങ്ങ് ദൂരെ വരെ കാണാം മലകളും കുന്നുകളും താഴ്വാരങ്ങളും റോഡും തടാകവും എല്ലാം നമുക്കിവിടെ നിന്ന് കാണാം. ഇവിടെ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയതാണെന്ന് തോന്നുന്നു. പഴയ ഒരു ഓഫീസ് അവിടെ കാണാം. റെയിൽവേയുടെ ഒരു ബോഗിയാണ്, പൊട്ടിപ്പൊളിഞ്ഞതാണ്. ഇലവീഴ പൂഞ്ചിറയിൽ പോലീസുകാർ ഉപയോഗിച്ചിരുന്ന സെക്യൂരിറ്റിക്കാർ താമസിച്ചിരുന്നത് ഈ റൂമിലായിട്ടാണ് അതിൻ്റെ ഓഫീസായിട്ട് വെച്ചിരിക്കുന്നത്. കണ്ടവർക്കറിയാം ഇവിടെ നടന്ന ഭീകര രംഗങ്ങളൊക്കെ. ഞങ്ങളുടെ കൂടെ വന്ന ചെറുപ്പക്കാരോടൊപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്, വിൻഡ്വേയിലൊക്കെ. അവിടെ നിന്ന് ഞങ്ങൾ പല പോസിലുള്ള ഫോട്ടോകൾ എടുത്തു. ഇവിടെ മിന്നലേൽക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഇനി വരെ കയറി വരികയില്ല. ഒരു 200 മീറ്റർ താഴെ നിർത്തുകയുള്ളൂ. നടന്ന് കയറി വരണം. എങ്കിലും അതിമനോഹരമായ സ്ഥലമാണ്. വെയിലുള്ളെങ്കിലും അതിൻ്റെ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. തണുത്ത കാറ്റടിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്ന് കാണുക. ഇലവീഴ പൂഞ്ചിറ. ഇല വീഴാനിവിടെ മരങ്ങളൊന്നുമില്ല. ഈ കാറ്റിലെ മരങ്ങളൊന്നും വളരുമെന്നും തോന്നുന്നില്ല. മനോഹരമായ സ്ഥലമാണ്. എല്ലാവരും ഒന്ന് വന്ന് കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.